നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ഫ്രം ഷഹരിയാസ് ആൻഡ് ഹിബ ഫാത്തിമ ആൻഡ് നിസുക്കുട്ടി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും കുറച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര മനോഹരമാണ് കേട്ടോ അതൊക്കെ കാണാൻ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനും ഈ വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് അത് കാണാൻ പോകാം. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇതിനൊന്നും മറക്കുക. അപ്പോൾ നമുക്ക് നേരെ വിവിധതര പ്ലാന്റ്സ് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് മണി പ്ലാന്റ് ആണ്. ഇത് കറ്റാർ വാഴയാണ് കേട്ടോ. ഇത് റോസാപ്പൂവാണ് കേട്ടോ. ഇതൊരു തരം പാം ട്രീ ആയിട്ട് വരും. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ? ഇത് പേപ്പർ ഫ്ലവർ. ഇത് ബോഗൺവില്ല. ഇതെല്ലാം കാണാൻ നന്നായിരിക്കും. പൂ വിരിഞ്ഞത് കണ്ടില്ലേ? ഇത് പിന്നെ ക്രിസ്മസ് ട്രീ. ഈ രണ്ട് ചെടികളുടെ പേര് എനിക്ക് അത്ര അറിയില്ല കേട്ടോ. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ്. ഈ റോസിന്റെ വെറൈറ്റി ആണ് കേട്ടോ ആ വെള്ള. ഈ പാം ട്രീ വന്നിട്ട് നല്ല തണല് തരും. ഇത് നമ്മൾ മരുഭൂമിയിൽ കാണുന്ന പോലത്തെ ഒരു ചെടിയാണ്. മണ്ണിൽ വെച്ച വളർന്ന് വലുതായി നല്ല ചന്തം വരും കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ്. അരേലിയം. ഇത് അരേലിയമാണ്. ഇത് തെച്ചി. ഇതിന്റെ പല കളറും ഇവിടെയുണ്ട് കേട്ടോ. ഇത് ബോഗൺവില്ല. ഇത് വെള്ള റോസ്. ഇത് വെള്ള ബോഗൺവില്ല. അത് മഞ്ഞ ചെമ്പരത്തി. ഇത് റോസ് തെച്ചി. ഇവിടെ അടുത്ത് തന്നെ ചന്തമുള്ള ഒരു താമര, ചെറിയൊരു കുളമാണ് കേട്ടോ അത്. ഇവിടെ ഭംഗിയുള്ള ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അരേലിയത്തിന്റെ വെറൈറ്റി. ഇതൊരു മുള്ളുചെടിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്.
ഇവിടെ ഗാർഡനിൽ ധാരാളം ചെടികൾ വളർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ എന്ത് രസമാണ്. ചുവന്ന പൂക്കൾ എന്ത് ഭംഗിയാണല്ലേ. പാറകൾ വെച്ചിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ധാരാളം ഗ്രാസ് ഒക്കെ വളർത്തിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം കേട്ടോ. ഇത് റോസ് തെച്ചി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഗ്രാസ്. ഞങ്ങൾ വെയിലുള്ള സമയത്താണ് കേട്ടോ ഈ വീഡിയോസ് ഒക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലെനിക്ക് ചില പൂക്കളുടെ പേരൊന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ചിലതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് പലതരം ഹാങ്ങിങ് ചെടികളിലേക്ക് കിടക്കാം. ഇത് മണി പ്ലാന്റ്, വെള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന്റെ പേര് എനിക്ക് നേരെ അറിയില്ല കേട്ടോ. ഇത് വാണ്ടറിങ് വ്യൂ. നേരെ നിങ്ങൾക്ക് കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി നേരെ കാണിച്ചു തരാം കേട്ടോ. ഇത് ടർട്ടിൽ വെയിൻ. കണ്ടില്ലേ ഭംഗിയായി തോന്നുന്നത്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. വീട്ടിൻ്റെ അകത്ത് വെക്കാൻ. കണ്ടില്ലേ അതിൻ്റെ ലീഫൊക്കെ നല്ല ചന്തമുണ്ട്. സെറ്റ് പ്ലാന്റ്. ഇത് റെഡ് ലിപ്സ്റ്റിക് കേട്ടോ. ഇതൊക്കെ ധാരാളം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. ഈ ചെടികൾക്ക് തണൽ ഇഷ്ടമാണ്. ഒരുപാട് വെയിലൊന്നും കൊള്ളാൻ പാടില്ല. ഈ ചെടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെഡ് ലിപ്സ്റ്റിക്. അക്ലോണിമിൻ്റെ വെറൈറ്റി ചെടികളാണ്. ഇത് കലാത്തിയ. കണ്ടില്ലേ എന്ത് ഭംഗിയായിരിക്കുന്നു. അതിൻ്റെ ലീഫുകളിലൊക്കെ അതിൻ്റെ കളറ് കണ്ടില്ലേ, ഓരോരോ വേറെ വേറെ ആയിട്ട്. പച്ചയിൽ വെള്ള വര. ഇതിൻ്റെ ഇല വലിയ വലിപ്പമൊക്കെ ഉള്ളതാണ്. ഇത് വന്നിട്ട് വേറൊരു വെറൈറ്റി ചെടികളാണ്. ഇതിൽ സൺലൈറ്റ് ഓവർ കൊള്ളാൻ പറ്റില്ല, കരിഞ്ഞു പോകും. ഇത് വെർട്ടിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. ഇത് മണി പ്ലാന്റ്. നമ്മുടെ എല്ലാവരുടെയും കണ്ടുവരുന്നത് അത്. ഇത് മഞ്ഞപ്പൂ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ്, പേരറിയില്ല കേട്ടോ.
ഇതിൽ ധാരാളം വയലറ്റ് പൂക്കൾ വരും, കണ്ടില്ലേ? ഇപ്പോൾ വയലറ്റ് മുട്ടുകളുണ്ട് കേട്ടോ. ചുവപ്പ് തെച്ചി, ഇത് ലീഫുകളൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ വളർത്താൻ വേണ്ടി പുതിയതായി ചട്ടിയിലൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ ചെടികളുടെ പേരെല്ലാം. ഇതാണ് നമ്മുടെ പേപ്പർ ഫ്ലവർ. ഇതിൻ്റെ കളറുകളൊക്കെ ഉണ്ട്, പൂത്തിട്ടില്ല കേട്ടോ. ഇതെല്ലാവർക്കും അറിയും, അലോവേര. അതൊരു വെറൈറ്റി ചെടിയാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നിൽക്കുന്നുണ്ട്. വാട്ടർ റേഞ്ച് പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് സ്നേക്ക് പ്ലാന്റ്. നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട്